എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ. മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നാണ് പൊതുവെ പറയുക. പലപ്പോഴും നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരു കണ്ണാടി കൂടിയാണ് മുഖം. മുഖം നോക്കിയാൽ ഒട്ടനവധി രോഗങ്ങളുടെ തുടക്കം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. മുഖത്ത് കാണിക്കുന്ന പ്രധാനപ്പെട്ട രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ, അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ദയവ് ചെയ്ത് നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, ഇത് നിങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി പറയാൻ വേണ്ടി പോകരുത്. പ്രത്യേകിച്ച് ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയൊക്കെ മുഖം കണ്ട ഉടനെ ഇത് ഡോക്ടർ ഷിംജിയുടെ വീഡിയോ കണ്ടിട്ട് ഈ മുഖത്തിൽ നിനക്ക് ഇന്ന അസുഖമുണ്ട് എന്നൊന്നും പറഞ്ഞേക്കരുത്. കാരണം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള ചില മുൻകരുതലുകൾ എടുക്കാൻ വേണ്ടി മാത്രം സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊരു പ്രോപ്പർ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടതല്ല. അപ്പോൾ മുഖത്ത് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരാളുടെ മുഖത്ത് കണ്ടു കഴിഞ്ഞാൽ ആദ്യം പറയുക, മുടി കൊഴിഞ്ഞിട്ടുണ്ടോ, കഷണ്ടി ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ തലയുടെ മുൻഭാഗത്ത് തലമുടി ധാരാളമായിട്ട് കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ. ഇങ്ങനെ ആ മുൻഭാഗത്താണ് നിങ്ങൾക്ക് കൊഴിഞ്ഞു പോകുന്നതെങ്കിൽ അത് ഒരു പക്ഷേ നിങ്ങളുടെ DHT എന്ന് പറയുന്ന ഘടകം നിങ്ങളുടെ ശരീരത്തിൽ വളരെയധികം വർദ്ധിക്കുന്നത് കൊണ്ട് ആയിരിക്കും. DHT എന്ന് പറഞ്ഞാൽ ഡൈഹൈഡ്രോക്സി ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ശക്തി കൂടിയ ഒരു കാര്യമാണ് ഈ DHT എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ നിങ്ങൾക്കുണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് DHT ബ്ലോക്കർ എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റ് കഴിക്കുക എന്നുള്ളതാണ്. ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി തന്നെയാണ് അത് ചെയ്യേണ്ടത്. പക്ഷേ ഇത്തരത്തിൽ നിങ്ങൾക്ക് മുടി കൊഴിയുന്നുണ്ടെങ്കിൽ പല കാരണം കൊണ്ട് കൊഴിയാം. വൈറ്റാമിൻ D3 കുറയുന്നത് കൊണ്ട് കൊഴിയാം, അല്ലെങ്കിൽ സിങ്ക് ഇല്ലാതിരുന്നാൽ മുടി കൊഴിച്ചിലുണ്ടാകാം, ബയോട്ടിൻ കുറഞ്ഞു കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലുണ്ടാകും. പക്ഷേ ഇതുപോലെ ഒരു ബാൾഡിനെസ്, കഷണ്ടി ഉണ്ടാക്കുന്ന രീതിയിൽ ആണെങ്കിൽ അത് DHT ബ്ലോക്കറിൻ്റെ അപര്യാപ്തത കൊണ്ട് ആയിരിക്കാം. സാധാരണഗതിയിൽ മത്തൻ വിത്ത്, നമ്മുടെ പംകിൻ സീഡ് എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ ഗ്രീൻ ടീ ഒക്കെ ധാരാളം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് മുടി കൊഴിയാനുള്ള ടെൻഡൻസി കുറയും. കാരണം ഇതൊക്കെ അത്യാവശ്യം DHT ബ്ലോക്കർ ശരീരത്തിന് കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഘടകങ്ങളാണ്. മറ്റൊന്ന്, ചിലർക്കൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ പോളയുടെ ഐബ്രോയിൻ്റെ മധ്യഭാഗത്തല്ല, ലാറ്ററൽ ഭാഗത്ത് ഒരു വശത്തായിട്ട് നിന്നും കൊഴിച്ചലുണ്ടാകുന്നുണ്ടെങ്കിൽ അത് നമ്മളോട് സൂചിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു രോഗത്തിൻ്റെ തുടക്കമായിട്ടാണ് ഹൈപ്പോതൈറോയിഡിസം. അപ്പോൾ നിങ്ങളുടെ ഐബ്രോയിലെ ഒരു വശത്ത് നിന്ന് മുടികൾ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ തൈറോയ്ഡ് പ്രശ്നം ഉണ്ടോ എന്നുള്ള ടെസ്റ്റിന് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും. ഇനി അടുത്തതായിട്ട് റെഡ് ഐസ്, അല്ലെങ്കിൽ കണ്ണുകൾ ക്രമാതീതമായി ചുവന്ന് വരിക. സാധാരണഗതിയിൽ നല്ല മദ്യപാന്മാർക്കും അല്ലെങ്കിൽ മദ്യപിച്ച് അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ ചിലരുടെയൊക്കെ കണ്ണുകൾ ഉപ്പൻ്റെ കണ്ണിൻ്റെ കൂട്ടിരിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വളരെയധികം ചുവന്ന് ഉണ്ടാവും. പക്ഷേ ഇത് എപ്പോഴും ഈ മദ്യപാനത്തെക്കുറിച്ച് മാത്രം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. മറിച്ച് പലപ്പോഴും നിങ്ങളുടെ ലിവർ തകരാറിലാണ് എന്ന് കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണം കൂടിയാണ് ഈ കണ്ണിനകത്ത് വരുന്ന ചുവപ്പുകൾ. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ടത് ലിവറിന് ഡാമേജ് ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നിരിക്കുന്നു എന്നുള്ളതും അതുപോലെ തന്നെ പരിഗണിക്കാം. ഈ ചുവപ്പോട് കൂടി നിങ്ങളുടെ കൺപോളകൾക്ക്, പ്രത്യേകിച്ച് കീഴ്പോളകളുടെ അകത്ത് തരി പോലെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുക, സാൻഡ് പേപ്പർ വെച്ചതുപോലെയുള്ള ഒരു ഫീലിംഗ് ഒക്കെ ചിലർക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫീലിങ്ങും ചുവന്ന നിറത്തോടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന അവസ്ഥയിലെ തുടക്കമായിട്ടുണ്ട്. അതായത് ഭാവിയിൽ നിങ്ങൾക്ക് പ്രമേഹ രോഗമോ അല്ലെങ്കിൽ PCOD പോലെയുള്ള പ്രശ്നങ്ങളോ ഫാറ്റി ലിവറോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ഇൻഡിക്കേഷൻ കൂടിയാണ് ഇത്. ഇനി ഡാർക്ക് സർക്കിൾസ്, കണ്ണിൻ്റെ താഴ്ഭാഗത്തായിട്ട് കറുത്ത ഒരു സർക്കിളായിട്ട് വരുന്നതായിട്ട് കാണാം. പലപ്പോഴും ഉറക്കം കുറഞ്ഞാലോ അല്ലെങ്കിൽ നിങ്ങൾ കഠിനമായ രീതിയിലുള്ള കെമിക്കൽസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലോ മരുന്നുകളായോ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇത് സാധാരണഗതിയിൽ പിഗ്മെൻറ്റേഷൻ വർദ്ധിച്ചതുകൊണ്ടും ഉണ്ടാകാറുണ്ട്. ഈ പിഗ്മെൻറ്റേഷൻ എന്തുകൊണ്ടാണ് വർദ്ധിച്ചത്? ഇതും നല്ല ഒരു ലക്ഷണമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് നിങ്ങൾക്ക് ആരംഭിച്ചിരിക്കുന്നു എന്നതിൻ്റെ കാര്യം കൂടിയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനകത്ത് മെലാനിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസിൻ്റെ കാര്യമായ വ്യത്യാസങ്ങൾ മെലാനിനിൽ വന്നിരിക്കുന്നു എന്നും ഇത് ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട്.
ഇത്തരത്തിലുള്ള ഒരു ലക്ഷണം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് തുടങ്ങുക എന്നുള്ളതാണ്. ഏറെക്കുറെ ഒരു 14-15 മണിക്കൂറോളം ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ടുള്ള ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ്, അല്ലെങ്കിൽ 1-2 മാസത്തേക്കുള്ള ഒരു കീറ്റോ ഡയറ്റ്, കാർബോഹൈഡ്രേറ്റുകളും അന്നജവും പഞ്ചസാരയൊക്കെ കാര്യമായിട്ട് വർജിച്ചുകൊണ്ടുള്ള ഒരു ഡയറ്റ് പ്ലാനിലേക്ക് നിങ്ങൾ പോവുക. ഇനി സൊള്ളൻ ഐസ് അല്ലെങ്കിൽ കൺപോളകളോ അല്ലെങ്കിൽ കണ്ണിൻ്റെ ലിഡോ വീർത്ത് വരുന്ന ഒരവസ്ഥ, സ്വല്ലൻ ആയിട്ടുള്ള ഒരവസ്ഥ, ഇത് പലപ്പോഴും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡയബറ്റീസിനെയാണ്. ഡയബറ്റീസ് അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള കൺപോളകൾക്കോ കണ്ണിനോ തന്നെയോ അല്പം നീര് വന്നതായിട്ട് കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കിഡ്നിയുടെ ആരോഗ്യം നിങ്ങൾ നോക്കേണ്ടതും വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും കിഡ്നി രോഗം വന്നു കഴിഞ്ഞാൽ വാട്ടർ റിട്ടൻഷൻ ഉണ്ടാകും, ജലാംശം ശരീരത്തിനകത്ത് റിട്ടേൺ ചെയ്ത് കിടക്കും. കാലിന് നീരും കൺപോളകൾക്കോ ഇത്തരത്തിലുള്ള നീരും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഡോക്ടറെ സമീപിക്കുകയും കിഡ്നിയുടെ ആരോഗ്യത്തെക്കുറിച്ച് ഉറപ്പ് വരുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇനി ഓയിലി സ്കിന്ന്, നല്ല ഓയിലി സ്കിന്നൊക്കെ ഉള്ള ആൾക്കാർ പലപ്പോഴും പറയാറുണ്ട് ഓയിലി സ്കിന്ന് വന്നു കഴിഞ്ഞാൽ പ്രായം തോന്നാറില്ല, സ്കിന്നിന് വളരെ ഗുണപ്രദമാണെന്നൊക്കെ ചിലരൊക്കെ വാദിക്കാറുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ ഓയിലി സ്കിൻ ഉണ്ടാകുന്നത് നിങ്ങളുടെ ശരീരത്തിൽ ആൻഡ്രോജൻ ഹോർമോൺ വർദ്ധിക്കുന്നതുകൊണ്ടാണ്. ആൻഡ്രോജൻ ഹോർമോൺ നിങ്ങളുടെ ശരീരത്തിൽ വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയാൻ പറ്റുന്നത് ശരീരത്തിനകത്ത് സിങ്കിൻ്റെ അപര്യാപ്തതയാണ്. സിങ്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓയിലി സ്കിന്ന് ധാരാളമായിട്ടുണ്ടാകാം. അപ്പോൾ മുടി കൊഴിച്ചിലുണ്ട്, അതിൻ്റെ കൂടെ ഓയിലി സ്കിന്നൊക്കെ ധാരാളമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഓർക്കുക, അത് ഒരു പക്ഷേ സിങ്കിൻ്റെ ന്യൂനതയാണ്, ആൻഡ്രോജൻ വർദ്ധിച്ചതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഇതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഓയിലി സ്കിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് PCOD വരാനുള്ള സാധ്യത വർദ്ധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിലി സ്കിന്നോട് കൂടി ആക്നെ അല്ലെങ്കിൽ മുഖക്കുരുവും മുഖത്ത് അല്പം രോമ വളർച്ചയൊക്കെ പെൺകുട്ടികൾക്കുണ്ടെങ്കിൽ ഓർക്കുക, നിങ്ങൾക്ക് PCODയുടെ ആരംഭമാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറക്കുക എന്നുള്ളതാണ്, അന്നജം കുറക്കുക എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ അന്നജം കുറക്കുകയാണെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും. അടുത്തൊന്ന് ഒപ്പേക്ക് ഐസ്, കണ്ണ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാറ്ററാക്റ്റ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്കറിയാം. കണ്ണ് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് അതിൻ്റെ സുതാര്യത നഷ്ടപ്പെട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ കാറ്ററാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മുഖത്ത് നോക്കുമ്പോൾ തന്നെ കാറ്ററാക്റ്റ് ഒരു പരിധി വരെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓക്സിഡേഷൻ ശരീരത്തിൽ വർദ്ധിച്ചിരിക്കുന്നു, ഓക്സീകരണത്തിൻ്റെ തോത് ശരീരത്തിൽ കൂടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത് സാധാരണഗതിയിൽ സ്റ്റിറോയിഡ്സ് അടങ്ങിയ മരുന്നുകൾ കഴിക്കുന്നവർക്കോ അല്ലെങ്കിൽ സൺലൈറ്റിൽ സൂര്യപ്രകാശത്തിൽ അതികഠിനമായ സൂര്യപ്രകാശത്തിൽ നിന്ന് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇത് സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട്. അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്, നമ്മൾ അന്നജമടങ്ങിയ ഭക്ഷണം ധാരാളമായിട്ട് കഴിക്കുന്നവർക്ക് ഇത് കൂടുതലായിട്ട് കാണാനുള്ള സാധ്യതയും വർദ്ധിക്കും. ഇനി ഇതിനുള്ള ഏറ്റവും നല്ല വഴി എന്താണ്? ഒപ്പേസിറ്റി നിങ്ങളുടെ കണ്ണിലുണ്ടെങ്കിൽ അതിനെ മാറ്റാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് വൈറ്റമിൻ B1 ആണ്. വൈറ്റമിൻ B1 എന്ന് പറയുന്നത് അത് ഡയറക്റ്റ് എടുത്തതുകൊണ്ടും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഗുണം കിട്ടില്ല. അതിൻ്റെ ഫാറ്റ് സോളിബിൾ ഫോമായിട്ടുള്ള ബെൻഫോർട്ടിയാമിൻ എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റ്, ആ രീതിയിലുള്ള B1 എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അത് കണ്ണിൻ്റെ കാറ്ററാക്റ്റിനെ മറികടക്കാൻ വേണ്ടി നിങ്ങളൊരു പരിധി വരെ അത് സഹായിക്കും, അല്ലെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ അത് സഹായിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് റെഡ് ചീക്സ് അല്ലെങ്കിൽ ചുവന്ന കവിളുകൾ. റൊസേഷ്യ എന്ന് നമ്മൾ വിളിക്കുന്ന ചുവന്ന നിറത്തിലുള്ള കണ്ണുകളൊക്കെ പലപ്പോഴും കുഷിങ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സിൻഡ്രോമിൻ്റെ ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാം. ഈ കുഷിങ് സിൻഡ്രോം സാധാരണയായിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഹൈപ്പർ കോർട്ടിസോളിസം എന്നും ഇതിനെ പറയാറുണ്ട്. അല്ലെങ്കിൽ കോർട്ടിസോൾ ശരീരത്തിൽ വർദ്ധിക്കുന്ന അവസ്ഥയിലാണ് കുഷിങ് സിൻഡ്രോം സാധാരണയായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഈ വട്ടമുഖവും അല്ലെങ്കിൽ റൊസേഷ്യ ചുവന്ന ചീക്സൊക്കെ ആയിട്ടുള്ള ആൾക്കാർ ആലോചിക്കേണ്ടത് അവർക്ക് കോർട്ടിസോളിൻ്റെ അളവ് ശരീരത്തിൽ കൂടുതലാണ് എന്നുള്ളത് തന്നെയാണ്. കൂടുതലായിട്ട് ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്ന ആൾക്കാർക്കും ഈ കുഷിങ് സിൻഡ്രോം ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ റെഡ് ചീക്സ് വരാനുള്ള, ചുവന്ന കവിളുകൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. പലപ്പോഴും ചിലരൊക്കെ ഈ ചുവന്ന കവിളുകളൊക്കെ ആരോഗ്യത്തിൻ്റെ ലക്ഷണമായിട്ടൊക്കെ പരിഗണിച്ച് കളയാറുണ്ട്. പക്ഷേ അതങ്ങനെയല്ല. ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിന്
ഇതിൻ്റെ പുറകിലൊക്കെ ആൻറ്റിബയോട്ടിക്സിൻ്റെ ഒക്കെ കളിയുണ്ട്, അല്ലെങ്കിൽ കോർട്ടിസോൾ വർദ്ധിച്ചിട്ടുണ്ട്, സ്ട്രെസ്സ് വർദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ആൻറ്റിബയോട്ടിക്സുകൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഉപയോഗത്തിന് ശേഷം പ്രോബയോട്ടിക്സുകൾ ശരിയായ രീതിയിൽ ശരീരത്തിൽ കൊടുത്ത് ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും ആവശ്യമാണ്. ഇനി ബ്രൗൺ ചീക്സ് ആണെങ്കിലോ ചില സമയത്ത് ഈ ചുവന്ന കവിളുകൾക്ക് പകരം കുറച്ച് ഇരുണ്ട നിറത്തോടു കൂടിയ കവിളുകൾ ഉണ്ടാകാറുണ്ട്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മെലാസ്മ എന്ന് പറയുന്ന ഒരു കണ്ടീഷനെയാണ്. മെലാസ്മ സാധാരണഗതിയിൽ ഈസ്ട്രോജൻ ശരീരത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ടുണ്ടാക്കുന്നതാണ്. പ്രധാനമായിട്ട് ഇത് സ്ത്രീകളിലാണ് കാണുക. അതിൽ തന്നെ 50 വയസ്സിന് ശേഷം ഉള്ള അല്ലെങ്കിൽ മെനോപോസ് കഴിഞ്ഞതിന് ശേഷമുള്ള മാസക്കുളിയൊക്കെ നിന്നതിന് ശേഷം ഇത് ധാരാളമായിട്ട് കാണാം. ചിലപ്പോഴൊക്കെ ധാരാളമായിട്ട് ബർത്ത് കൺട്രോൾ പിൽസൊക്കെ ഉപയോഗിക്കുന്ന സ്ത്രീകളിൽ ഇതിൻ്റെ സാധ്യത 10 മടങ്ങാണ്. അതുപോലെ രാസവസ്തുക്കളുമായിട്ട് എക്സ്പോഷർ ഉണ്ടാവുക. ഇപ്പോൾ പ്ലാസ്റ്റിക് കത്തിക്കുന്ന ഏരിയയിലുള്ള സ്ത്രീകൾക്ക് കുറച്ചധികമായിട്ട് ഈ മെലാസ്മ കാണുന്നു എന്നുള്ള ചില പഠനങ്ങളൊക്കെ കണ്ടിട്ടുമുണ്ട്. മറ്റൊന്ന് ഫ്ലേക്കി സ്കിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ത്വക്ക് ഇളകിപ്പോകുന്ന പോലെയുള്ള അവസ്ഥയുണ്ടാവും. ഇത്തരത്തിൽ ഫ്ലേക്കി സ്കിന്ന് സാധാരണയായിട്ട് കവിളിലുണ്ടാവാം, ചെവിയിലുണ്ടാവാം, മൂക്കിലുണ്ടാവാം. ഇത് വളരെ കൃത്യമായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിനകത്ത് omega-3 കുറഞ്ഞു എന്ന് തന്നെയാണ്. omega-3 അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ധാരാളമായിട്ട് കഴിക്കാൻ വേണ്ടി തയ്യാറാവുക. അതുപോലെ തന്നെ omega-6 അടങ്ങിയ ഭക്ഷണങ്ങൾ വളരെ നന്നായിട്ട് കുറച്ചു കൊണ്ടുവരിക. ഇനി അതേപോലെ തന്നെ പൊതുവേ കാണുന്നതാണ് ബ്ലാക്ക് ഹെഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇപ്പം മുഖത്തിനകത്തൊക്കെ ചെറിയ കുരുക്കൾ, കറുത്ത നിറത്തോടു കൂടിയിട്ടുള്ള ചെറിയ കുരുക്കൾ ഉണ്ടാവും. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കറുത്ത സാധനം പുറത്തേക്ക് വരുന്നതായിട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതും കൃത്യമായിട്ട് വൈറ്റാമിൻ ഡിയുടെ ന്യൂനത ആണ്. ഇനി ചിലവരുടെയൊക്കെ മുഖത്ത് നമ്മൾ കാണുമ്പോൾ തന്നെ ഏറ്റവും കൂടുതലും പെട്ടെന്ന് നമ്മളെ ശ്രദ്ധ അട്രാക്റ്റ് ചെയ്യുന്നത് അവരുടെ വായയുടെ അറ്റത്ത് ക്രീക്സ് ഉണ്ടാവും, പൊട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ അത് ചുവന്ന നിറത്തിലൊക്കെ കാണും. അവർക്ക് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, ഭക്ഷണം കഴിക്കാൻ വായ തുറക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ചില ആൾക്കാർ നിങ്ങൾ കാണുന്നുണ്ടാവും. അതായത് ക്രാക്ക്ഡ് ആയിട്ടുള്ള വായയുടെ കോർണേഴ്സ് ഉണ്ടാവുക. അപ്പോൾ ഈ ക്രാക്സ് എന്തുകൊണ്ടാണ് വരുന്നത്? ക്രാക്സ് വരുന്നത് വൈറ്റമിൻ B2 എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു വൈറ്റമിൻ ബി ഡെഫിഷ്യൻസി കൊണ്ടാണ്. റൈബോഫ്ലേവിൻ എന്നാണ് വൈറ്റമിൻ B2 അറിയപ്പെടുന്നത്. സാധാരണഗതിയിൽ ആനിമൽ ഫുഡ് അല്ലെങ്കിൽ ലിവർ അല്ലെങ്കിൽ പോൾട്രി, ചിക്കൻ പോലെയുള്ള സാധനങ്ങൾ, മുട്ടയിലൊക്കെ ധാരാളമായിട്ട് വൈറ്റമിൻ B2 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോഴാണ് പലപ്പോഴും ഈ ക്രാക്ക്ഡ് കോർണേഴ്സ് ഉണ്ടാകുന്നത്, ഈ വായയുടെ അറ്റമൊക്കെ പൊട്ടി വേദനിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നത്. ഇത് വളരെ നല്ല വേറൊരു ഇൻഡിക്കേഷൻ ആണ് ലിവർ ഡാമേജിൻ്റെ. ഇപ്പോൾ ലിവർ ഡാമേജ് ആണെങ്കിൽ പലപ്പോഴും നന്നായിട്ട് മദ്യമൊക്കെ കഴിച്ച് ഒരു വൈറ്റമിനെ കുറിച്ച് യാതൊരു ബോധമില്ലാതെ നടക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ പറയുന്ന ക്രാക്ക്ഡ് ആയിട്ടുള്ള ഈ മൗത്തിൻ്റെ അറ്റം കാണാവുന്ന സാധാരണഗതിയിൽ കാണാവുന്നതാണ്. അപ്പോൾ ഇവർ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ ലിവർ ഡാമേജ് കുറയ്ക്കാനുള്ള ചില മുൻകരുതലുകൾ എടുക്കുക. പ്രത്യേകിച്ച് റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗർ, കൂടുതലായിട്ടുള്ള പഞ്ചസാരയും ബേക്കറി സാധനങ്ങളും ഒക്കെ കുറച്ച് കൊണ്ടുവരിക. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് റൈബോഫ്ലേവിൻ, വൈറ്റമിൻ B2 അവർക്ക് അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ഈ ക്രാക്സ് ഒക്കെ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി മുഖത്തുണ്ടാകുന്ന രോമ വളർച്ച, പ്രത്യേകിച്ച് പെൺകുട്ടികളിലും സ്ത്രീകളിലുമുള്ള രോമ വളർച്ചയും മുഖക്കുരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇത് കൃത്യമായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആൻഡ്രോജൻ്റെ അളവ് ശരീരത്തിൽ വർദ്ധിക്കുന്നത് കൊണ്ടാണ്. ആൻഡ്രോജൻ എന്നുള്ളത് ഒരു പുരുഷ ഹോർമോണാണ്. ആൺകുട്ടികൾക്ക് സാധാരണഗതിയിൽ ആൻഡ്രോജൻ ഹൈക്ക് ഉണ്ടാകുന്ന പ്രായത്തിൽ മുഖക്കുരു ഉണ്ടാവും, അല്പ രോമ വളർച്ചയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് പെൺകുട്ടികളിൽ ഉണ്ടാകുന്ന സമയത്താണ് അത് PCODയുടെ ആരംഭമാണെന്നൊക്കെ നമ്മൾ തിരിച്ചറിവുണ്ടാവുക. അപ്പോൾ അവർക്ക് PCOD ഉണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ടെസ്റ്റുകൾ കൂടി മനസ്സിലാക്കുക. ഉണ്ടെങ്കിൽ അതിനെ മറികടക്കാനുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുക. ഇത് പലപ്പോഴും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് തന്നെയാണ് ഉണ്ടാകുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കോൾഡ് സോഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മലയാളം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ചിലവരുടെ ചുണ്ടുകളിലൊക്കെ വ്രണങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കോൾഡ് സോർ എന്നാണ് ഇതിനെ വിളിക്കാറുള്ളത്. മാറി മാറി ഈ വ്രണങ്ങൾ വരും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് അപ്രത്യക്ഷമാവും. അതികഠിനമായിട്ടുള്ള വേദന അതിനകത്ത് ഉണ്ടാവാം, പനി ഉണ്ടാവാം. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെർപ്പിസ് സിംപ്ലെക്സ് എന്ന് പറയുന്ന വൈറസിൻ്റെ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുക. നോർമലി ഹെർപ്പിസ് സിംപ്ലെക്സ് നിങ്ങളുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അത് ശരീരത്തിൽ നിന്ന് മാറിപ്പോകില്ല. ഇത് വല്ലപ്പോഴൊക്കെ വന്ന് അതിൻ്റെ പ്രസൻസ് തെളിയിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ മാറി മാറി വരുന്ന ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനകത്തൊരു വൈറസ് കയറിയിട്ടുണ്ട്, ഹെർപ്പിസ് സിംപ്ലെക്സ് എന്ന് പറയുന്ന
വൈറസാണ്. അതിൻ്റെ വേദന കുറക്കാൻ വളരെ നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടൊക്കെ ഇതിൻ്റെ വേദന കുറഞ്ഞു വരുന്നതായിട്ടും വൈറസിനെ ഒരു വൈറൽ ലോഡ് കുറക്കാൻ വേണ്ടിയിട്ടൊക്കെ വെളിച്ചെണ്ണയ്ക്ക് കഴിവുണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഏകദേശം 18ഓളം വരുന്ന ചില ലക്ഷണങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ ലക്ഷണങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഇത് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ തന്നെ ആ രോഗം നിങ്ങൾക്കുണ്ടോ എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കുക. നിങ്ങളുടെ ഡോക്ടറുടെ അല്ലെങ്കിൽ ഹെൽത്ത് എക്സ്പേർട്ടിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്ത് മുൻകൂട്ടി തന്നെ ആ രോഗങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ എക്സ്ട്രീമിറ്റീസിലേക്ക് പോകുന്നതിന് മുമ്പ്, ഈ രോഗം മൂർച്ഛിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ പ്രതിവിധികൾ കണ്ടെത്താനും ആ രോഗത്തെ മറികടക്കാനും ഒത്തിരി നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനും അതുവഴി നിങ്ങളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം നിലനിർത്തുകയും നിങ്ങളുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ പോലും ഒരു വലിയ ബേർഡൻ വരാത്ത രീതിയിൽ നിങ്ങളുടെ രോഗത്തെ മറികടക്കാൻ വേണ്ടി നിങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ അതിൻ്റെ സെൻസിൽ തന്നെ കാണുക. കൃത്യമായ തിരിച്ചറിവുകൾ പലപ്പോഴും നമ്മുടെ കൂടുതൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. കൂടുതൽ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.